ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഗണിത പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്സിനകത്ത് നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസിന് വേണ്ടി മാത്രമായിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയറിങ് കൂടെ ചെയ്തു കൊടുക്കുക. കമന്റ്സും നിങ്ങൾ എല്ലാവരും ഇടണം കേട്ടോ. ശരി, അപ്പോൾ ഫിസിക്സിലെ ഗണിത പ്രശ്നങ്ങളുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: 1 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് അതിന്റെ ഒരു ചോദ്യം ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. കാണാത്തവരൊന്ന് കാണുക. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പഠിച്ചു, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? P = 1/f അല്ലെങ്കിൽ F = 1/p എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അത് കാണാത്തവർ അത് കണ്ടു തന്നെ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞത്? പവറിന്റെ യൂണിറ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു? ഡയോപ്റ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? ആ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പവർ ഡയോപ്റ്ററിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം എന്ത് യൂണിറ്റിലായിരിക്കും എന്ന് പറഞ്ഞു? മീറ്ററിലായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? ഫോക്കസ് ദൂരം എന്തിലായിരിക്കും എന്ന് പറഞ്ഞടാ? മീറ്ററിലായിരിക്കും എന്ന് പറഞ്ഞു. ആണല്ലോ? ശരി, അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്യാൻ നോക്കാം. 1 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോക്കസ് ദൂരം നമ്മുടെ കയ്യിലുണ്ട്. ഫോക്കസ് ദൂരം നമ്മുടെ കയ്യിലുണ്ട് 1 സെന്റിമീറ്റർ എന്നുണ്ട്. ഇക്വേഷൻ അറിയാം, P = 1/f. കുറെ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ? നമ്മൾ പഠിച്ച കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചു, ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്, ഇക്വേഷനും എനിക്ക് അറിയാന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്ന് ചെയ്യും. 1/1 ഒന്നൊന്ന് ആൻസർ കിട്ടി. ഓപ്ഷനകത്തോട്ട് നോക്കിയപ്പം 1 ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. സന്തോഷമായിട്ട് അതൊക്കെ എഴുതിയിട്ട് നമ്മൾ തിരിച്ചു പോരും. പക്ഷേ പ്രൊവിഷണൽ കീ വരുമ്പോൾ മനസ്സിലാവും അത് തെറ്റാണ്, നമ്മൾ ചെയ്ത ആൻസർ അല്ല അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചങ്ങനെ ഇരിക്കും. പക്ഷെ ഫൈനൽ കീ വന്നാലും അതിനകത്ത് മാറ്റമൊന്നും വരത്തില്ല. കാരണം നമ്മൾ ചെയ്ത ആ ഒരു ആൻസർ തെറ്റായിരിക്കും. അപ്പൊ വെപ്രാളം കൂടിയിട്ട് നമുക്ക് അറിയുന്ന ഒരു സാധനം കാണുമ്പോഴത്തേക്കും ചാടി കയറി ഇതാണ് ആൻസർ എന്ന് വിചാരിക്കരുത്. ചിലപ്പം തെറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഉത്തരവും ഓപ്ഷനിൽ കാണും. എന്താണ് അവിടുത്തെ പ്രശ്നം? എന്താണ് അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം? എന്താണ്? നിങ്ങൾ നോക്കിയോ, ഫോക്കസ് ദൂരം 1 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പവർ ഡയോപ്റ്ററിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം എന്തിലായിരിക്കും എന്ന് പറഞ്ഞു? മീറ്ററിലായിരിക്കും എന്ന് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ചോദ്യത്തിൽ ഫോക്കസ് ദൂരം മീറ്ററിലാണോ തന്നിരിക്കുന്നത്? അല്ല, സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് സെന്റിമീറ്ററിൽ ഇട്ടുകൊണ്ട് ഈ ഒരു കണക്ക് ചെയ്യാൻ പറ്റുകയില്ല. എങ്കിൽ നമുക്ക് ഡയോപ്റ്ററിൽ ആൻസർ കിട്ടുകയില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. അപ്പൊ 1 സെന്റിമീറ്ററിനെ നമുക്ക് മീറ്ററിലോട്ട് മാറ്റണം. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? 100 കൊണ്ട് ഹരിക്കണം അല്ലെ? സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 100 കൊണ്ടല്ലേ ഹരിക്കേണ്ടേ? കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് കിട്ടും? 0.01 മീറ്റർ എന്ന് കിട്ടും. ശരിയാണോ? 0.01 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോൾ മീറ്ററിലുള്ള ഫോക്കസ് ദൂരം വേണം ഉപയോഗിക്കാനായിട്ട്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരം 0.01 മീറ്റർ ആണ്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്തു നോക്കാം. പവർ കാണാൻ വേണ്ടിയിട്ട് P = 1/f ആണ്. അപ്പൊ 1/, ഫോക്കസ് ദൂരത്തിന് പകരം കൊടുക്കേണ്ടത് 0.01 എന്നുള്ളതാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ കഴിഞ്ഞ ക്ലാസ് ഒന്ന് പോയിട്ട് കാണുക. അതിൽ നമ്മൾ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം എന്തിലായിരിക്കണം പറയേണ്ടത്? മീറ്ററിലായിരിക്കണം പറയേണ്ടത്. ഓക്കെ, ശരി, അപ്പൊ അത് കണ്ടു. ഇനി നമുക്ക് പോയിന്റ് മാറ്റി ചെയ്യണം അല്ലേ? പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഗുണിക്കുകയാണല്ലോ വേണ്ടത്. എത്ര പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം കൊണ്ട് നമ്മൾ ഗുണിക്കണം അല്ലെ? അപ്പം 2 സ്ഥാനമുണ്ട്. അപ്പൊ 100 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ നമുക്ക് 100/1 എന്ന് വരും. 100D എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഇത് മാത്തമാറ്റിക്സ് ആണ്, ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ 0.01 മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പോയിന്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അപ്പം ഇൻറ്റു നമ്മൾ 100 ചെയ്യണം. താഴെ മാത്രം നമുക്ക് അങ്ങനെ 100 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ വാല്യൂല് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ മേളിൽ 100 കൊണ്ട് ഹരിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. 100/1 എന്ന് കിട്ടി. 100D എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പം ഓപ്ഷൻ C ആണ്. ക്ലിയർ ആയല്ലോ? ഇവിടെ മാത്സ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല.
ആ നമുക്കിവിടെ ട്രാപ്പ് ആയിട്ട് വരുന്നൊരു സാധനം സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നതാണ്, അതിനെ മീറ്ററിലോട്ട് മാറ്റണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ ദിവസം ചെയ്തൊരു ചോദ്യമാണ് അല്ലേ, ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ അടുത്തൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയട്ടെ, നമ്മൾ ഓരോ ടോപ്പിക്കിലെയും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അല്ല നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ്. അതാണ് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ്. അതായത് PSC ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പം ഈ ഒരു സീരീസിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് അതിനകത്തുള്ള പ്രോബ്ലംസ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പൊ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി, നോക്കിക്കോളൂ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്, ഒരു ആകർഷണ ബലമുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും ഭൂമി ആകർഷണ ബലം എന്ത് ചെയ്യുന്നുണ്ട്, ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു പരസ്പര ആകർഷണ ബലമുണ്ട്. അതായത് രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വസ്തുക്കൾ തമ്മിലും എന്തുണ്ട്, ഒരു പരസ്പര ആകർഷണ ബലം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. ആ വസ്തുവിന്റെ മാസ് m1 എന്നാണെന്ന് വിചാരിക്കാം. m1 എന്ന മാസമുള്ള ഒരു വസ്തു ഉണ്ട്. ഇവിടെ വേറൊരു വസ്തു ഉണ്ട്, m2 എന്ന മാസമുള്ള മറ്റൊരു വസ്തു ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. മാസ് 1, മാസ് 2. m1 എന്ന മാസമുള്ള ഒരു വസ്തുവുണ്ട്, m2 എന്ന മാസമുള്ള മറ്റൊരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനിടയിലുള്ള ദൂരം, ഈ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ദൂരം d ആണെന്ന് വിചാരിക്കാം. ദൂരം എന്താണ്, d എന്ന് പറയുന്ന ഒരു അകലത്തിൽ, ഇപ്പൊ 10 മീറ്റർ ആണെങ്കിൽ 10, 1 മീറ്റർ ആണെങ്കിൽ 1, അങ്ങനെ d എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയത്തില്ല, d എന്ന് പറയുന്ന ഒരു അകലത്തിലാണ് ഈ രണ്ട് വസ്തുക്കളും ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉറപ്പായിട്ടും ഒരു ആകർഷണ ബലം ഉണ്ടാകും, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ശരി. ചോദ്യം എന്താണ്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഇക്വേഷൻ, ആ ഒരു ഫോഴ്സ് എത്രയാണ് ആകർഷണ ബലം എന്ന് കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യം F is equal to G m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഉറപ്പായും പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രോബ്ലംസ് PSC ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് F സമം G m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഇതില് m1 ഉം m2 നമുക്കറിയാം വസ്തുക്കളുടെ മാസ് ആണ്. d എന്ന് പറഞ്ഞാൽ അറിയാം ആ വസ്തുക്കൾക്കിടയിലുള്ള അകലമാണ്. അപ്പൊ എന്താണ് ഈ ക്യാപിറ്റൽ ലെറ്റർ G? ക്യാപിറ്റൽ ലെറ്റർ G എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയാണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നാണ്. എന്താണ് വിളിക്കുന്നത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് വിളിക്കും. ആ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തെ കുറിച്ച് നമുക്ക് അടുത്ത് അങ്ങോട്ട് പഠിക്കാനുണ്ട്. അന്നേരം ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത്, രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ രണ്ട് വസ്തുക്കൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു പരസ്പര ആകർഷണ ബലമുണ്ട് എന്ന് പഠിക്കുക. ആ പരസ്പര ആകർഷണ ബലം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പഠിക്കുക. ആ ഇക്വേഷൻ എന്താന്ന് പഠിക്കുക. എന്താണ് ഇക്വേഷൻ? F സമം G m1 m2 ബൈ d സ്ക്വയർ. ആ G ക്യാപിറ്റൽ G തന്നെ എഴുതണം. സ്മോൾ g എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റിപ്പോവും. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാം. SCRT വൈസ് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ G തന്നെ എഴുതണമെന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേര് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് എന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കുക. ക്ലിയർ? ശരി, ഇനി ചോദ്യത്തിലേക്ക് വരാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു മോഡലില് ഈ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഭാഗത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഊർജം, എനർജി എന്ന് പറയുന്ന ഭാഗത്തും ഫിസിക്സിൽ ഈ ഒരു മോഡലിൽ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മോഡലിൽ ചോദ്യം വന്നാൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വഴിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരിക്കലും പ്രോബ്ലം ഒന്നും നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി പഠിക്കണം. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഫ്രെയിം പോലെ ഒരു കാര്യം പറഞ്ഞുതരാം.
ഇനി ഇതെല്ലാം എങ്ങനെ ചോദ്യം വന്നാലും ആ ഒരു സ്റ്റെപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കി എന്നല്ലേ പറഞ്ഞത്. ദൂരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഈ ഇക്വേഷനിൽ ഏതാണ്? ഡി ആണ് അല്ലെ. ദൂരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഈ ഇക്വേഷനിൽ ഏതാണ്? ഡി എന്നുള്ളതാണ്. അപ്പൊ ദൂരം പകുതിയാക്കി എന്ന് പറയുമ്പോൾ ഈ ഡി എന്ന് പറയുന്ന വാല്യൂ അതിന്റെ പകുതിയായിട്ട് മാറി എന്നല്ലേ അർത്ഥം. അപ്പൊ ഡി എന്ന് പറയുന്ന വാല്യൂ പകുതിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ആ ഡിക്ക് പകരം നമ്മൾ ഇനി കൊടുക്കേണ്ടത് d/2 എന്നാണ്. ശരിയല്ലേ? പകുതിയാവുക 10ന്റെ 10 പകുതിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ 10/2 5ആയിട്ട് മാറി എന്നല്ലേ അർത്ഥം. അപ്പം /2 ചെയ്താൽ പകുതിയായി എന്നാണ് അർത്ഥം. ശരി, അപ്പൊ ഡി പകുതിയായി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ഡി അല്ല, d/2 ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി മാസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ക്വസ്റ്റ്യൻ പ്രകാരം മാസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാസ് പകുതിയാക്കിയോ വല്ലതും ചെയ്തോ? ഇല്ല, മാസ് സെയിം ആണ്, മാസിന് മാറ്റമൊന്നുമില്ല. ദൂരം മാത്രം അല്ലെങ്കിൽ അകലം മാത്രം പകുതിയായിട്ട് മാറി, d/2 ആയിട്ട് മാറി. ഇനി നമ്മൾ അതിനെ എടുത്ത് ഈ ഒരു ആദ്യത്തെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. F സമം g m1 m2 ഡിവൈഡഡ് ബൈ, ഇതുവരെ ഓക്കെ ആണ്. d² എന്നാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. പക്ഷെ ഇപ്പം അകലം d ആണോ? ഇപ്പോഴത്തെ അകലം എന്ന് പറയുന്നത് d ആണോ? ഒരിക്കലും അല്ല, d അല്ല ഇപ്പോഴത്തെ അകലം, d/2 ആണ്. d/2 ആണ്. അപ്പൊ നമ്മൾ ഡിക്ക് പകരം അവിടെ എന്ത് കൊടുക്കും? d/2 എന്ന് കൊടുത്തിട്ട് അവിടെ ഒരു ഹോൾ സ്ക്വയർ കൊടുക്കും. നിങ്ങൾ വൃത്തിയായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റില്ല? F = g m1 m2 ഡിവൈഡഡ് ബൈ d/2 എന്ന് എഴുതിയിട്ട് ഈ ഡിക്ക് മാത്രം സ്ക്വയർ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഡി എന്ന് പറയുന്ന സാധനത്തിന് മൊത്തത്തിലാണ് സ്ക്വയർ ഉള്ളത് അല്ലെ. ഇപ്പൊ ഡിക്ക് പകരം d/2 കംപ്ലീറ്റ് ആയിട്ട് ആയി കഴിഞ്ഞു. ഡി എന്ന് പറയുന്ന അക്ഷരത്തിന് പകരം d/2 ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ സ്ക്വയർ കൊടുക്കുമ്പോഴും d/2ക്ക് മൊത്തത്തിലാണ് സ്ക്വയർ കൊടുക്കേണ്ടത്, അല്ലാതെ ഡിക്ക് മാത്രം സ്ക്വയർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? g × m1 m2 ഡിവൈഡഡ് ബൈ d²/4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഡിന്റെ സ്ക്വയർ d², 2ന്റെ സ്ക്വയർ 4, d²/4 എന്ന് എഴുതാം. ഇവിടെ ഡിവൈഡഡ് ബൈ അല്ലേ 4 കിടക്കുന്നേ. അപ്പൊ നമ്മൾ റെസിപ്രോക്കൽ എടുക്കണ്ടേ? വ്യുൽക്രമം എടുക്കണ്ടേ? എടുക്കണം. അപ്പൊ എങ്ങനെ വരും? 4 × g m1 m2 ഡിവൈഡഡ് ബൈ d² എന്ന് വരുമല്ലോ. ഈ താഴെ കിടക്കുന്ന 4 നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മേലോട്ട് പോവുമല്ലോ. അപ്പൊ 4 g m1 m2 ഡിവൈഡഡ് ബൈ d² എന്ന് വരും. ശരിയാണോ? അങ്ങനെ വരുമോ? അങ്ങനെ തീർച്ചയായിട്ടും വരും. ഇനി നിങ്ങൾ നോക്കൂ, ഈ g m1 m2 ബൈ d² എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഈ ആളിനെ നമുക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് പരിചയമുണ്ട്. എന്താണത്? രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലത്തെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ആണത്. F = g m1 m2 ബൈ d². അപ്പൊ ഇതല്ലേ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ദൂരം പകുതിയായിട്ട് നമ്മൾ കുറയ്ക്കുന്നതിന് മുന്നേ ആദ്യം ഉണ്ടായിരുന്ന ആകർഷണ ബലം ഇതായിരുന്നില്ലേ? ആദ്യം ഉണ്ടായിരുന്ന ആകർഷണ ബലം ഇതായിരുന്നില്ലേ? ആയിരുന്നു. അപ്പോ 4 × ആദ്യം ഉണ്ടായിരുന്ന ആകർഷണ ബലം F ആണ് അല്ലെ. F ആണ് ആദ്യം ഉണ്ടായിരുന്ന ആകർഷണ ബലം. F ആണ്. അതിപ്പം ഇപ്പോഴത്തെ പുതിയ ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ 4F ആയിട്ട് മാറി. ശരിയാണോ? 4F ആയിട്ട് മാറി. അതായത് ആദ്യം ഉണ്ടായിരുന്ന ബലം എത്രയാണോ അതിന്റെ 4 മടങ്ങായിട്ട് മാറിയില്ലേ? 4 × F ആയിട്ട് മാറിയില്ലേ? 4 മടങ്ങായിട്ട് മാറിയില്ലേ? അല്ലേ? അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ഒന്നും കൂടി പറഞ്ഞു തരാം. ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ പാടായിട്ടൊക്കെ തോന്നും, പക്ഷെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. രണ്ട് വസ്തുക്കളുണ്ട്. ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തിനെ പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദ്യം. ഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷൻ F = g m1 m2 ഡിവൈഡഡ് ബൈ d² എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ദൂരമാണ് പകുതിയാക്കിയത്. ദൂരം പകുതിയാക്കി, ദൂരത്തിന്റെ അക്ഷരം d ആണ്. d പകുതിയാക്കി എന്ന് പറഞ്ഞാൽ d/2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ d/2 ആയിട്ട് മാറുമ്പോൾ ആകർഷണ ബലം എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആകർഷണ ബലത്തിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. F = g m1 m2 ഡിവൈഡഡ് ബൈ ഡിക്ക് പകരം നമ്മൾ ഇനി കൊടുക്കേണ്ടത് d/2 എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ d/2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ g m1 m2 ഡിവൈഡഡ് ബൈ, ബാക്കി ആ ബ്രാക്കറ്റ് ഒക്കെ മാറ്റുവാണ്, d² ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഡിവൈഡഡ് ബൈ അല്ലേ 4, അതൊരു ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ താഴെ 4 കിടന്നാൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും? മാക്സ് ആണ് കേട്ടോ, ഇത് മാക്സ് ആണ്. ഫിസിക്സിന്റെ കൺസെപ്റ്റ് ഒന്നും അതിനകത്ത് വരുന്നില്ല. നമ്മൾ നേരെ മുകളിലോട്ട് കൊണ്ടുപോകണം, വേണമല്ലോ, മുകളിലോട്ട് കൊണ്ടുപോകണമല്ലോ. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കുഞ്ഞു ക്ലാസ്സിലെ
അത് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ എങ്ങനെ വരും? അപ്പോ 4 മുകളിലോട്ട് വരും. ബാക്കി Gm1m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഇനി നമ്മൾ ഒറിജിനൽ ഇക്വേഷനെ മാത്രം നോക്കുക. Gm1m2 ബൈ d സ്ക്വയർ എന്ന് പറയുന്ന ആദ്യത്തെ ഒറിജിനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ ആ Gm1m2 ബൈ d സ്ക്വയർ എന്ന് പറയുന്നതാണ് ആദ്യം ഉണ്ടായിരുന്ന ആ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ആകർഷണ ബലം. ഇപ്പം ആ വാല്യൂ ഇൻറ്റു 4 എന്നുള്ള ലെവലിലല്ലേ കിടക്കുന്നത്? 4 ഇൻറ്റു ആദ്യം ഉണ്ടായിരുന്ന ബലം അല്ലേ? അപ്പോ നമ്മൾ ദൂരം പകുതിയാക്കി കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം എത്രയായിട്ട് മാറും? 4 ഇരട്ടിയായിട്ട് മാറും, അല്ലെങ്കിൽ 4 മടങ്ങായിട്ട് മാറും. ഗുരുത്വാകർഷണ ബലം 4 മടങ്ങായിട്ട് മാറും. മനസ്സിലായോ? 4 ഇൻറ്റു എഫ് എന്നുള്ള രീതിയിൽ മാറും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ ഒരു മോഡലിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? ആൻസർ എന്താണ്? 4 മടങ്ങ് എന്നുള്ളതാണ് ആൻസർ. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അന്നേരം നന്നായിട്ട് ഇത് മനസ്സിലാവും. 2 വസ്തുക്കളുണ്ട്. ആ രണ്ട് വസ്തുക്കളുടെയും മാസ് ഇരട്ടിയാക്കി എന്ന് ആലോചിക്കാം. 2 വസ്തുക്കളുണ്ട്. ആ 2 വസ്തുക്കളുടെയും മാസ് നമ്മൾ ആക്കുകയാണെങ്കിൽ ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങായി എന്നെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഒറിജിനൽ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. F is equal to Gm1m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ ആണ്. അപ്പൊ 2 വസ്തുക്കളുടെയും മാസ് ഇരട്ടിയാക്കി അല്ലെ? അപ്പൊ മാസിന്റെ അക്ഷരം m1 ആണ്. m1 ഇരട്ടിയാക്കി എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കും? നേരത്തെ പകുതിയാക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എടുത്തു. ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കണം? അപ്പൊ 10ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 2 അല്ലേ? 10 ഇൻറ്റു 2 20 അല്ലേ? 10ന്റെ ഇരട്ടി. അപ്പൊ ഇരട്ടിയാക്കാൻ പറയുമ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇരട്ടിയാക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? m1 എന്നുള്ളത് 2 ഇൻറ്റു m1 ആയിട്ട് മാറും അല്ലേടാ? m1 എന്നുള്ളത് 2 ഇൻറ്റു m1 ആയിട്ട് മാറും. ഇനി m2 രണ്ടാമത്തെ മാസം ഇരട്ടിയായില്ലേ? 2 മാസം ഇരട്ടിയാവുന്ന കാര്യമില്ലേ പറഞ്ഞേ? അപ്പൊ m2 എന്നുള്ളത് എങ്ങനെ മാറും? 2 ഇൻറ്റു m2 എന്ന് മാറും. 2 ഇൻറ്റു m2 എന്ന് മാറും. ദൂരത്തിന് വ്യത്യാസം ഉണ്ടോ ഇവിടെ? മാസ് മാത്രം ഇരട്ടിയാക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. ദൂരത്തിന് വ്യത്യാസം വരുന്ന കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഡിക്ക് മാറ്റമൊന്നുമില്ല. ഡി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. F is equal to G ഇൻറ്റു m1ന് പകരം ഇനി കൊടുക്കേണ്ടത് 2 ഇൻറ്റു m1 എന്നാണ്. m2ന് പകരം ഇനി കൊടുക്കേണ്ടത് എന്താണ്? 2 ഇൻറ്റു m2 എന്നാണ്. ഡിവൈഡഡ് ബൈ ഡിക്ക് പകരം നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, മാറ്റാനൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അതുപോലെ d സ്ക്വയർ എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? ശരി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ, ഇതിനകത്തുനിന്ന് ഒറിജിനൽ ഇക്വേഷനെ മാത്രം നമ്മൾ മാറ്റണം. ഇവിടെ ഒരു G ഉണ്ട്, ഇവിടെ m1 ഉണ്ട്, m2 ഉണ്ട്, D ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തോട്ട് എടുത്ത് എഴുതണം. എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ ഇപ്പോ നമ്മുടെ ഒറിജിനൽ ഇക്വേഷന് പുറമേ കിടക്കുന്ന 2 സാധനങ്ങൾ ഈ ഒരു 2 ഉണ്ട്, ഈ ഒരു 2 ഉണ്ട്. ആ 2 കൂടെ ഗുണിക്കാമല്ലോ നമുക്ക്. ആ 2 കൂടെ ഗുണിച്ചിട്ട് ഞാൻ 4 എന്ന് എഴുതി. എന്നിട്ട് ബാക്കിയുള്ളതിനെ ചേർത്ത് എഴുതുകയാണ് Gm1m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. അപ്പൊ ഒറിജിനൽ ഇക്വേഷനെ ഒരു സൈഡിലോട്ട് മാറ്റി എഴുതിയിട്ട് എക്സ്ട്രാ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഒരു വശത്തോട്ട് ഫ്രണ്ടിലോട്ട് എടുത്ത് എഴുതി. അത്രയും ഞാൻ ചെയ്തോളൂ. ഇവിടെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ആ കിടക്കുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് അറിയുന്ന ഒറിജിനൽ ഇക്വേഷൻ ഒരു സൈഡോട്ട് ഒരുമിച്ച് എഴുതിയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു അല്ലേ? അത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ? അത്രേ ചെയ്തിട്ടുള്ളൂ. ഈ Gm1m2 ബൈ d സ്ക്വയർ എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടായിരുന്ന ഗുരുത്വാകർഷണ ബലമല്ലേ? നിങ്ങൾ പറ, ആദ്യം ഉണ്ടായിരുന്ന ഗുരുത്വാകർഷണ ബലമല്ലേ? അതെ, ആദ്യം ഉണ്ടായിരുന്ന ഗുരുത്വാകർഷണ ബലമാണ്. ഇപ്പൊ അത് എത്രയായി? 4 ഇൻറ്റു ആദ്യം ഉണ്ടായിരുന്ന ഗുരുത്വാകർഷണ ബലം. അപ്പൊ 2 വസ്തുക്കളുടെയും മാസ് ഇരട്ടിയാക്കിയാലും ഗുരുത്വാകർഷണ ബലം 4 മടങ്ങ് ആകും. ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മോഡലില് ഇരട്ടി എന്നോ പകുതി എന്നോ 3 മടങ്ങെന്നോ എങ്ങനെ ചോദിച്ചാലും ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഒരു വസ്തുവിന്റെ മാസ് മാത്രം ഇരട്ടിയാക്കി, ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയാക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരേ ഒരു വസ്തുവിന്റെ മാസ് മാത്രം ഇരട്ടിയാക്കിയാൽ ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങായി എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു വസ്തുവിന്റെ മാസ് മാത്രം ഇരട്ടിയാക്കിയോളൂ. m1ന്റെ മാസ് 2m1 ആയിട്ട് മാറി. m2ന് മാറ്റം ഉണ്ടോ? 2 വസ്തുക്കളുടെ എന്ന് പറഞ്ഞില്ല. ഒരു വസ്തുവിന്റെ മാസ് മാത്രം ഇരട്ടിയായാൽ ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ m2ന് മാറ്റമില്ല. ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടോ? ദൂരത്തിനും മാറ്റമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? F is equal to G ഇൻറ്റു m1ന് പകരം ഇനി കൊടുക്കേണ്ടത് 2m1 ആണ്. m2ന് മാറ്റമില്ലാത്തത് കൊണ്ട് നമ്മൾ 2 എന്നൊന്നും എഴുതിയില്ല. m2 എന്ന് മാത്രം അങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ d സ്ക്വയർ. ഡിക്ക് മാറ്റമില്ല, d സ്ക്വയർ നമ്മൾ അങ്ങനെ എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഒറിജിനൽ ഇക്വേഷനെ മാത്രം ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി എഴുതുകയാണെ. ഒറിജിനൽ ഇക്വേഷനെ മാത്രം ഞാൻ ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി അങ്ങോട്ട് എഴുതി.
എന്നിട്ട് എക്സ്ട്രാ ഇതിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ നോക്കി എക്സ്ട്രാ കിടക്കുന്നത് ഈ ഒരു 2 ആണ് എക്സ്ട്രാ കിടക്കുന്നത്. അപ്പൊ ആ 2നെ മാത്രം ഞാൻ ഫ്രണ്ടിലോട്ട് എഴുതുകയാണ്. 2നെ മാത്രം ഫ്രണ്ടിലോട്ട് എഴുതുകയാണ്. അപ്പൊ G(m1m2/d²) എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടായിരുന്ന ബലമല്ലേ? അപ്പൊ അത് 2 × F ആയിട്ട് മാറിയില്ലേ? 2 × F ആയിട്ട് മാറിയില്ലേ? മാറിയോ? 2 × F ആയിട്ട് മാറിയോ? 2 × F ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മാത്രം മാസ് ഇരട്ടിയാക്കി കഴിഞ്ഞാൽ ആകർഷണ ബലം 2 മടങ്ങായിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് പറയാം ആകർഷണ ബലം ഇരട്ടിയായിട്ട് മാറും എന്ന് പറയാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ഒരു മോഡലിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? ഈ ഒരു മോഡൽ മനസ്സിലായോ എല്ലാവർക്കും? ഇത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 1 or 2 പ്രാവശ്യം കൂടെ ക്ലാസ് കാണുക. നമുക്കിപ്പോൾ ഇത് റെക്കോർഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്ക് ലൈവായിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ മനസ്സിലാവാൻ ഏതെങ്കിലും സ്റ്റെപ്പിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 or 2 പ്രാവശ്യം ക്ലാസ് കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്ത് നോക്കി അത് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ചോദ്യം മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു മോഡലിൽ എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം, 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കൂടുന്നു, കുറയുന്നു, 0, മാറ്റം സംഭവിക്കുന്നില്ല. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം. ട്രാപ്പ് ചോദ്യമാണ്. ഇതൊരു വമ്പൻ ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേരൊക്കെ ട്രാപ്പിൽ വീണിട്ടുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ആ ട്രാപ്പിൽ വീഴരുത്. ദൂരം ഇരട്ടിയാക്കിയാൽ എന്ന് കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർ ഡി എടുത്ത് ഇരട്ടിയല്ലേ അപ്പൊ 2D ആക്കണമായിരിക്കും. അല്ല, ഇരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ 2D ആണല്ലോ ചെയ്യുന്നത്. പകുതി എന്ന് പറയുമ്പോഴല്ലേ D/2 എടുക്കുന്നത്. 2D ആക്കി കണക്കൊക്കെ കണ്ടുപിടിച്ചു, എന്തൊക്കെയോ ചെയ്ത് മനസ്സിലായി, ആൻസറൊക്കെ കൊടുത്തു. നിങ്ങൾ അവിടെ വലിയൊരു ട്രാപ്പാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും എന്നല്ല ചോദ്യം. ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകുന്നു എന്നാണ്. ഇവിടെ ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകുന്നു എന്നല്ല ചോദ്യം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യത്തിന് എന്ത് പറ്റും എന്നാണ് ചോദ്യം. ആരാണ് ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം? F = G(m1m2/d²) എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ ഈ G അല്ലേ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം? ഈ G അല്ലേ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അല്ലേ? ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചില്ലേ അല്ലേ? സ്ഥിരസംഖ്യയല്ലേ? ഇതിന്റെ മൂല്യം നിങ്ങൾക്ക് അറിയാമോ? ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നുള്ളതാണ് ഇതിന്റെ മൂല്യം. ഓക്കെ, അപ്പോ ദൂരം ഇരട്ടിയാക്കിയാലും ദൂരം പകുതിയാക്കിയാലും മാസ് ഇരട്ടിയാക്കിയാലും മാസ് പകുതിയാക്കിയാലും നമ്മൾ എന്ത് ചെയ്താലും ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? ഈ വാല്യൂവിന് മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട് തന്നെ, ഇതൊരു സ്ഥിരസംഖ്യ ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റം വരാൻ സാധ്യതയില്ല. അപ്പം എന്ത് സംഭവിച്ചാലും ശരി ഇതിന്റെ വാല്യൂവിന് മാറ്റം വരുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ആൻസർ. മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ വാല്യൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിന്റെ വാല്യൂ PYQ ആണ്. വാല്യൂ PYQ ആണ്. യൂണിറ്റ് മാത്രമായിട്ടും PYQ ചോദിച്ചിട്ടുണ്ട്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. വാല്യൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന്റെ മൂല്യം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്, നമ്മുടെ ഹൈഡ്രജൻ ഒക്കെ കണ്ടെത്തിയ ഹെൻറി കാവൻഡിഷ് ആണ് ആദ്യമായിട്ട് ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ചില ട്രാപ്പുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം. ട്രാപ്പുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ട്രാപ്പിലൊന്നും പോയി വീഴാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അത്രയും ചോദ്യങ്ങളായി. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു ക്ലാസ്സിൽ കുത്തി നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ അതൊരു ബുദ്ധിമുട്ടാകും, മടിയൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഈ ഒരു സീരീസിൽ ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കരുത്. നിങ്ങൾ മാക്സിമം അത് ചെയ്തൊക്കെ പഠിക്കണം. എത്ര വീഡിയോ ഒക്കെ കണ്ടിട്ടാണെങ്കിലും നോട്ടിൽ എഴുതിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ഒരു പോർഷൻ, ഇത് പോർഷൻ വൈസ് അല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ വൈസ് ആണ് ഞാൻ പോകുന്നത്. ആ പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ള അടുത്ത പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അപ്പം എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ അറിയാലോ എല്ലാവർക്കും, ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക.
അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തേക്ക് നിർത്തുവാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.